അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നമ്മളെ ഒരു പരിചയത്തുള്ള ഒരു ഉമ്മായിക്ക് ഇച്ചിരി ക്രിട്ടിക്കലായ ഒരു കേസാണ്. 2 കിഡ്നിയിൽ ഒരു കിഡ്നി ഡാമേജായെന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷനായിട്ട് ആ കിഡ്നി റിമൂവ് ചെയ്ത് കളയാനുള്ള ക്യാഷ് അവരുടെ കയ്യിലില്ല. 2.5 ലക്ഷം രൂപയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ സർജറിയും അനുബന്ധ ചിലവുകളും. അവർക്ക് ആ കാശ് അവരുടെ കയ്യിലില്ല. നിങ്ങളെല്ലാവരും കൂടി അവരെ ഒന്ന് സഹായിക്കണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് യുവജന സംഘടനകൾ, അതിനെ ചാരിറ്റി സംഘടനകൾ, മതരാഷ്ട്രീയ സംഘടനകളുള്ളവരാണ്. ആ ഉമ്മ നമ്മളെ മുന്നിൽ കഷ്ടപ്പെടുമ്പോൾ നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ഉമ്മായെ ഒന്ന് സഹായിക്കണം. ആ ഉമ്മായെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. എന്താ പറ്റിയ ഉമ്മ? 2 കിഡ്നി, ഒരു കിഡ്നി കംപ്ലൈൻറ്റ് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ 2.5 ലക്ഷം രൂപ ആവുമെന്ന് പറഞ്ഞു. ഇവിടെ നിവൃത്തിയൊന്നുമില്ല, നടക്കുന്നു. എല്ലാവരും കൂടെ നിങ്ങൾ സഹായിക്കണം. സഹായത്തിന് ആരുമില്ല. എടുത്ത് കളയണമെന്ന് പറഞ്ഞു. 2.5 ലക്ഷം രൂപ പുറത്താവുമെന്ന്. ആരുമില്ല. നമ്മളെ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാ. മെഡിക്കലിലാണ് പോയത്. അവിടെ 5 മാസം കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ അസിസ്റ്റായി. ആ ഉമ്മ പറഞ്ഞ നമ്മൾ കേട്ടല്ലോ. അവർക്കാണെങ്കിൽ അതിൻ്റെ സാമ്പത്തിക ശേഷി ഇല്ല. ഒരു കിഡ്നി അവരുടെ ഇൻഫെക്ഷനായിട്ട് ഇരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ അടുത്ത കിഡ്നിയും കംപ്ലൈൻറ്റ് വരുമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അന്നേരം ഉമ്മാക്ക് അതിൻ്റെ സർജറിയും അനുബന്ധ ചിലവുകളും എല്ലാം കൂടെ 2.5 ലക്ഷം രൂപ ചിലവാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളാൽ കഴിയുന്ന ഒരു സഹായം, ഇൻഷാ അല്ലാഹ്. നമ്മൾ എത്ര കാശ് അനാവശ്യ ചിലവാക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടി, പല രാഷ്ട്രീയ മത സംഘടനകൾ നമ്മുടെ നാട്ടിലുള്ളവരാണ്. എല്ലാവരും കൂടി ആ ഉമ്മായെ ഒന്ന് സഹായിക്കണം. അത് അവരുടെ അഭ്യർത്ഥനയാണ് നമ്മളോടുള്ളത്. നമ്മളെ സമൂഹത്തിൽ ഒരുപാട് രോഗികൾ ഇതാണ് കഷ്ടപ്പെടുന്നുണ്ട്. അതിലൊരു രോഗിയാണ്. നമ്മളെ മുന്നിൽ വീഡിയോയ്ക്ക് വരണമെങ്കിൽ അവരുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്ന അപ്പുറമാണ്. അതുകൊണ്ട് ആരും ഈ വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് കളയാതെ അവരെ ഒന്ന് സഹായിക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. അതല്ല ഏതെങ്കിലും രാഷ്ട്രീയ മത സംഘടനകളോ അല്ലെ ചാരിറ്റി സംഘടനകളോ അവരുടെ ചികിത്സ ഏറ്റെടുത്ത് നടത്തുക. എല്ലാവരോട് കൈ താങ്ങാൻ അവരുടെ ഗൂഗിൾ പേ നമ്പരും ഫോൺ പേ നമ്പരും എല്ലാം നമ്മൾ ഇതിനകത്ത് വെക്കുന്നുണ്ട്. നിങ്ങളാൽ കഴിയുന്നൊരു സഹായം അവർക്ക് അയച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.